ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും പിള്ളേർസും കൂടിയിട്ട് ബാങ്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, സെൻട്രലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി പോയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു നൊസ്റ്റാൾജിക് ഓർമ്മ വന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടാലോ? വായ കണ്ടോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു നൊസ്റ്റാൾജിയുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സെൻറ്ററിലേക്ക് വന്നപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ സ്കൂളിൽ നടന്നു പോയിരുന്ന വഴിയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ ഇവിടെ നടന്നു പോകുമ്പോൾ സ്കൂളിലേക്ക് പോകണ ഓർമ്മയൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ അവിടെ ഒരു പാടും സംഭവങ്ങളൊക്കെ ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ നാളായി കഴിക്കൊക്കെ വന്നിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി കാണാമല്ലേ. കൂട്ടുകാരുണ്ടാവും. ഈ പാടത്തുകൂടിയാണ് ഡെയിലി ഒരു 10 വർഷത്തോളം, 1 ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞാൻ ഈ ഭാഗത്തു കൂടിയാണ് കേട്ടോ നടന്നു വന്നേക്കുന്നത്. ഇവിടുത്തെ അമ്പലമാണ് കേട്ടോ, അച്യുതപുരം ശ്രീകൃഷ്ണ ക്ഷേത്രമാണിത്. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഇത് ഇപ്പോൾ ഒക്കെ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് ഒക്കെ നല്ല ഭംഗിയാക്കി അന്ന് സ്ഥിരം പോകാറുള്ള അമ്പലമാണ് കേട്ടത്. അപ്പോൾ 1ാം ക്ലാസ്സിലൊക്കെ അമ്മയാണ് കൊണ്ടുവന്നാക്കി തരും ചെറുപ്പം തൊട്ട്. ഒരു 5ാം ക്ലാസ് തൊട്ടാണ് ഞാൻ പിന്നെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ആ വഴിയിലേക്ക് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇത് എന്ന് പറയുന്നത് ഇവിടെ മൊത്തം പാടായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ നിറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ വന്നു. പുഴ, ഈ കുളം ഇങ്ങനെ ഫുള്ളിങ്ങനെ തുറന്ന കുളമായിരുന്നു. അങ്ങനെ മതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മതിലൊക്കെ കെട്ടി സെറ്റാക്കിയത്. നമ്മൾ നടന്നു വന്ന വഴികളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ അവിടെ. ഇപ്പോൾ ആ വഴികളൊന്നും കാണാനില്ല. ഇപ്പോൾ മൊത്തം അവിടെ തെങ്ങും തോപ്പും വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവർക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആദ്യമായിട്ട് കാണാൻ കേട്ടോ അവർ. ഈ കുളം കണ്ട, ഈ കുളം ഫുള്ളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കാണുന്ന തോപ്പൊക്കെ ഇല്ല, അതിലാണ് നടന്നു വരിക. ഇപ്പോഴാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ആയത്. അപ്പോൾ ഇതൊക്കെ മതിൽ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കല്യാണ മണ്ഡപമൊക്കെ സൈഡിലൊക്കെ വന്നു. അപ്പം ഇവിടെയൊക്കെ ആകെ ചേഞ്ച് ആയിപ്പോയി മൊത്തത്തിൽ. ഈ ഒരു കാലാവസ്ഥ നല്ല രസമാണ് കേട്ടോ. അവിടെ മൊത്തം പാടത്തിൻ്റെ സൈഡല്ലേ. ഇത് അവിടുത്തെ ഒരു പഴയ ഒരു വീടാണ് കേട്ടോ. ഇപ്പോൾ അവിടുത്തെ ആൾക്കാരൊന്നും ഇല്ല. പണ്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് ഇവർക്കൊക്കെ എന്നും ടാറ്റ കൊടുത്തിട്ടാണ് പോവുക. അപ്പം പഴയൊരു തറവാട്, പഴയൊരു വീടാണത്. അതൊക്കെ കാണുമ്പോൾ നല്ല നല്ല ഓർമ്മകൾ നമുക്കിങ്ങനെ വരും. കുറേ നാളുകൾക്ക് ശേഷം കാണുന്നത് കാരണം കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ. എനിക്ക് കാണുമ്പോൾ പണ്ടത്തെ സ്കൂളിൽ പോണ സമയമൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ് കേട്ടോ. ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഓർമ്മ. സംഭവം നല്ല മടിയായിരുന്നു സ്കൂളിൽ പോകാൻ, അത് വേറെ കാര്യം. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവുന്നത്. കിങ്ങ എങ്ങനെയുണ്ടായിരുന്നു സ്ഥലം? നോക്ക് പറയ്. പാടം കയറി വന്നു കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്ത് വന്നാൽ നമ്മുടെ സ്കൂളിലെത്തി. തിരൂസം തോമസ് സ്കൂളിലാണ് കേട്ടോ ഞാൻ പഠിച്ചത്. നേരെ കാണുന്നത് നമ്മുടെ പള്ളിയാണ്. ഈ കാണുന്നതാണ് ചെറിയ സ്കൂൾ, വലിയ സ്കൂളെന്നാണ് പറഞ്ഞത്. LP സ്കൂൾ ഇത് ഹയർ സെക്കൻഡറി ആക്കി +2 വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങോട്ട് നടന്ന് പോകുന്നു. നമ്മുടെ പിള്ളേർ അവിടെ തന്നെയാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നു കേട്ടോ, തിരിച്ചു വന്നു. നമ്മുടെ ലുക്കിക്ക് തീരെ സുഖമില്ല കേട്ടോ. ലുക്കിയുടെ മേലൊക്കെ ഫംഗൽ ഇൻഫെക്ഷനായിട്ട് അവൾക്ക് ആകെ ചൊറിച്ചിലൊക്കെ ആയിരുന്നു. മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ ഭക്ഷണമൊന്നും കഴിക്കണില്ല തീരെ. ഭയങ്കര മൂഡ് ഔട്ടാണ് ആൾ. ലുക്കിക്ക് വയ്യേ? ലുക്കി വയ്യടി. ഫുഡ് കഴിച്ചേ? ഫുഡൊന്നും കഴിക്കണില്ല കേട്ടോ അവൾക്ക് തീരെ സുഖമില്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമില്ല, ഫുഡ് വെക്കുമ്പോഴേക്കും അവൾ തുടങ്ങും. ഫുഡൊന്നും കഴിക്കാൻ തീരെ ഉഷാറില്ല. അല്ലെങ്കിൽ ക്യാമറ കാണുമ്പോൾ മുഖം തിരിക്കുന്ന ആളാട്ടാ. ഇപ്പോൾ ക്യാമറ കാണുമ്പോൾ മുഖം തിരിക്കില്ല. അവൾക്ക് വയ്യ തീരെ. നമുക്ക് പെട്ടെന്ന് തോന്നിയൊരാഗ്രഹമാണ്. അപ്പോൾ അത് കാരണം പിന്നത്തേക്ക് മാറ്റി വെച്ചില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി. നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ ആ ഓർമ്മകളൊക്കെ നമുക്ക് തിരിച്ച് കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കുട്ടികൾക്കൊക്കെ അത് കാണിച്ചു കൊടുത്തപ്പോൾ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.